കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ബ്ലോക്ക് ചെയിൻ എന്ന സാങ്കേതികവിദ്യ ലോകത്ത് വളരെയധികം ശ്രദ്ധയാകർഷിക്കുകയാണ്. അതിവേഗം വികസിച്ച ഒരു നെക്സ്റ്റ് ജനറേഷൻ സാങ്കേതികവിദ്യയാണ് ബ്ലോക്ക് ചെയിൻ. ഇത് വളരെ വേഗത്തിൽ വിപ്ലവാത്മകമായാണ് ആളുകൾ ഏറ്റെടുക്കുന്നത്. ബിസിനസ് പ്രവർത്തനങ്ങളെ സമ്പൂർണ്ണമായി ഇത് മാറ്റിമറിക്കുന്നു. ബ്ലോക്ക് ചെയിൻ ഗൂഗിൾ ഡോക്സിനോട് സാമ്യമുള്ളതാണെങ്കിലും അല്പം കൂടി സങ്കീർണമാണ് എന്നതാണ് ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ. എന്താണ് ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ, അതെങ്ങനെ പ്രവർത്തിക്കുന്നു, എന്തുകൊണ്ടാണിത് ഇത്രയുമധികം ജനപ്രിയമായത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താനാണ് ഇവിടെ ശ്രമിക്കുന്നത്. എന്താണ് ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ? ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ എന്നത് ഒരുതരം ഡിജിറ്റൽ ലെഡ്ജർ ടെക്നോളജിയാണ്. ഇടപാടുകൾ അഥവാ ട്രാൻസാക്ഷൻസ് കൃത്യമായി രേഖപ്പെടുത്തുകയാണ് ഇത് ചെയ്യുന്നത്. ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യയിൽ ഹാക്ക് ചെയ്യാനോ വിവരങ്ങൾ തട്ടിയെടുക്കാനോ സാധിക്കില്ല എന്നതിനാൽ ഇത് വളരെയധികം സുരക്ഷിതമാണ്. ഇടപാടുകൾ ബ്ലോക്ക് ചെയിനിലെ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളുടെ മുഴുവൻ ശൃംഖലയ്ക്കൊപ്പം വിതരണം ചെയ്യുകയും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നെറ്റ്വർക്കിലെ ബ്ലോക്കുകളുടെ രൂപത്തിൽ നിരവധി ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന ഒരു വികേന്ദ്രീകൃത വിതരണ ശൃംഖലയാണിത്. ബ്ലോക്ക് ചെയിനിൽ ഒരു പുതിയ ഇടപാട് രേഖപ്പെടുത്തുമ്പോൾ അതിൻ്റെ രേഖകൾ ഓരോ പങ്കാളിയായിട്ടുള്ള ഓരോ ആളുകളുടെയും ലെഡ്ജറിലേക്ക് ചേർക്കപ്പെടും. കൃത്യസമയത്ത് തന്നെ ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിനാൽ ആർക്കും മാറ്റം വരുത്തുവാനോ കൃത്രിമം നടത്തുവാനോ സാധിക്കില്ല. രേഖകൾ പൂർണ്ണമായും സുതാര്യമായിരിക്കും, അതുപോലെ തന്നെ സുരക്ഷിതമായിരിക്കുകയും ചെയ്യും. ആരെങ്കിലും ബ്ലോക്ക് ചെയിനിൽ മാറ്റം വരുത്തുവാനോ അഴിമതി കാട്ടുവാനോ ശ്രമിക്കുകയാണെങ്കിൽ ശൃംഖലയിലെ എല്ലാ ബ്ലോക്കുകളും മാറ്റേണ്ടി വരും. ഇത് പ്രായോഗികമായി ചെയ്യാൻ സാധിക്കാത്ത കാര്യമാണ്. ലെഡ്ജറിലെ ഈ ഇടപാടുകൾ ഉടമയുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ വഴി അംഗീകരിക്കപ്പെട്ടവയാണെന്ന് അവ കൂടുതൽ അധികാരമാക്കുന്നു. കൂടാതെ മൊത്തം സിസ്റ്റത്തിൽ എന്തെങ്കിലും കൃത്രിമം കാണിക്കാനുള്ള ശ്രമം നടക്കുന്നുവെങ്കിൽ അത് എളുപ്പത്തിൽ മനസ്സിലാക്കുവാനും പറ്റും. ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കിയുള്ള ഉൽപ്പന്നങ്ങളായ എതേറിയം, ബിറ്റ്കോയിൻ എന്നിവ ഇതിനോടകം തന്നെ ജനപ്രീതി ആർജിച്ചു.